ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ ചെറിയ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു നൃത്തം അഭ്യസിക്കുക എന്നുള്ളത്. അതിപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ ചെയ്തു. അപ്പോൾ അരങ്ങേറ്റം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ചിലങ്ക പൂജ. അപ്പോൾ ആ ചിലങ്ക പൂജയുടെ ഒരുക്കങ്ങളും എൻ്റെ മേക്കപ്പും കാര്യങ്ങളും പിന്നെ ഞാൻ അമ്പലത്തിൽ കളിച്ചതും എല്ലാം കൂടി കോർത്ത് നയിക്കൊരു വീഡിയോ ആണിത്. ഞാനൊരു എൻ്റെ 14ാമത്തെ വയസ്സിൽ എൻ്റെ ദേശത്ത് വെച്ചിട്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെ ഞാൻ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഒരു അരങ്ങേറ്റവും അതിന് മുന്നോടിയായിട്ടുള്ള ചിലങ്ക പൂജയും എല്ലാമാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇതൊരു വൈത്തിരി കോട്ടൺ എന്നുള്ള ഒരു ഫുൾ സാരി തന്നെയാണ്. ഇത് ഞങ്ങൾ ഹാഫ് സാരിയൊക്കെ ഉടുത്തിട്ടാണ് നൃത്തം ചെയ്യാൻ പോകുന്നത്. ഒരു സരസ്വതി കീർത്തനം. അപ്പോൾ അവിടെ ദക്ഷിണ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താളത്തിൽ വെക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കരുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചിലങ്ക, പിന്നെ എൻ്റെ ഡാൻസിൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ചിലങ്ക എന്നുള്ള ഈ ഒരു ബാഗ് കണ്ട് അത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പിന്നെ പുത്തൂരമ്പലത്തിൻ്റെ മുൻഭാഗമാണിത്. എന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറേ ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും കൂടി ഞങ്ങളൊരു 10 പേര് ഗ്രൂപ്പായിട്ടുള്ള ഒരു അവിടെ ലേഡീസ് ബാച്ച്, കുറേ ബാച്ചുണ്ട്. പക്ഷേ സാറും മിസ്സും നല്ല രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകി. പിന്നെ മിസ്സിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളും. ആദ്യം തന്നെ കണ്ണിൽ ലെൻസ് വെക്കലാണ് വലിയ ടാസ്ക്. കാരണം ആദ്യമായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതേപോലത്തെ പിന്നെ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കൂടെയുള്ളവർക്കൊക്കെ കണ്ണിന് ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളും സ്ക്രാച്ചും എല്ലാം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ബാക്കി മേക്കപ്പും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അത് ഇന്ത്യച്ചിക്കായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഞാനിരുന്നത്. ഇനി ഓരോരുത്തരായിട്ട് ചെയ്തു. എന്നാലും ഇതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. കാരണം തീരെ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനൊന്നാവും ആയിത്തീരും എന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് അവസാനം നമ്മൾ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടുകൂട്ടി വെച്ച മാതിരിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് ആയി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ട് എടുക്കണം. പക്ഷെ കാണുന്നവർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് നിസ്സാരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എന്താ പറയേണ്ടത്, വലിയ വലിയ നേട്ടങ്ങളാണ് എൻ്റെ കാര്യത്തിൽ ഇതൊക്കെ. പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളെല്ലാം ആണിത്. മിസ്സിൻ്റെ ബ്രദറും സിസ്റ്ററിലോയും കൂടിയാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതും കാര്യങ്ങളും. നല്ല രീതിയിൽ നല്ല രസമായിട്ട് മേക്കപ്പ് ചെയ്തു. അവർക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ വലിയൊരു താങ്ക്സ് പറയുകയാണ്. പിന്നെ എന്നെ ഈ ഒരു എന്താ പറയുക, നമ്മളോട് ഭയങ്കര ഇഷ്ടത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നമ്മൾ നല്ല പ്രോത്സാഹനം തന്ന് ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിലത് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിച്ച സാറിനും മിസ്സിനും വലിയ താങ്ക്സ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മ, എൻ്റെ ബ്രദേഴ്സ്, എല്ലാവർക്കും, കുടുംബത്തിലെല്ലാവർക്കും, ഒരുപാട് ആൾക്കാരെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും നമ്മൾ വെച്ചാൽ ഞാനിങ്ങനെ കളിച്ച് കാണാനും ചെയ്യാനും ഒരുപാട് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സുകൾ. അപ്പോൾ അവർക്കെല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും കാരണമാണ് ഞാൻ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്യാനും എല്ലാം കഴിഞ്ഞത്. പിന്നെ എന്തൊക്കെയോ ഒരുപാട് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ എന്തായാലും വീഡിയോ നിങ്ങളെല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഡാൻസോ പാട്ടോ എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പോയി പഠിക്കുക. നമ്മളെ ഇഷ്ടങ്ങളാണ്. അത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ. നമുക്ക് ഉള്ള സമയം, കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ കണ്ടിട്ടും അല്ലാതെയും എല്ലാം നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. പക്ഷേ ഒരു മണി ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് വരുന്നത്, 1 മണിക്കൂർ. ആ സമയം നമ്മൾ ഒന്ന് പോയിട്ട് നമുക്കിഷ്ടപ്പെട്ട പാട്ടായാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ വേറെ ഡ്രോയിങ് എന്ത് തന്നെ ആയാലും അവനവന് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ
ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് വളർത്തുക. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലൂടെ കിട്ടുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ചിലങ്ക പൂജക്ക് റെഡി ആയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് വെക്കാനുള്ള മുല്ലയും തുളസി പൂവെല്ലാണ്. അപ്പോൾ എല്ലാവരും എല്ലാം കഴിഞ്ഞ് റെഡിയായി. പിന്നെ അവസാന മിനുക്കുപണിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലേക്കുള്ള ദക്ഷിണ വാങ്ങലും നമ്പൂതിരിയായിട്ട് ചിലങ്ക പൂജിച്ച് വാങ്ങി പിന്നെ നമ്മൾ ചിലങ്ക കെട്ടി കളിക്കലാണ്. ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഇതിൻ്റെ ഓഡിയോ വരുമ്പോൾ കോപ്പിറൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ഇടാത്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.